We wish you a Merry Christmas. We wish you a Merry Christmas. ഇതുപോലത്തെ സൂപ്പർ വൈൻ വേണോ? അത് 1/4 കിലോ മുന്തിരി ഉണ്ട്. അപ്പൊ നമുക്ക് വൈൻ ഉണ്ടാക്കിയാലോ? ആദ്യം നമുക്ക് 1/4 കിലോ മുന്തിരി എടുക്കാം. ഇത് നമുക്ക് ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിൽ മുക്കി വെക്കാം. ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് 1/4 കിലോ മുന്തിരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. നല്ലതുപോലെ തിള വന്നു കഴിയുമ്പോൾ മുന്തിരിയുടെ സ്കിൻ വിട്ട് തുടങ്ങും കേട്ടോ. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുന്തിരി തണുക്കാൻ വെക്കാം. തണുത്ത ശേഷം നമുക്ക് വൈൻ സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. ശേഷം ഒരു കുട്ടി ഭരണി എടുക്കാം. ഭരണിയുടെ പകുതി വരെ നമുക്ക് ഈ മുന്തിരിയുടെ പൾപ്പും മുന്തിരിയുടെ വെള്ളമൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ശേഷം 1/4 കിലോ പഞ്ചസാര കൂടി ചേർക്കാം. എന്നിട്ട് ഒരു നുള്ളി ഈസ്റ്റ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈസ്റ്റിന് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് ഗോതമ്പ് എടുത്തിട്ട് കിഴി കെട്ടിയിട്ട് ഭരണിയുടെ ഉള്ളിൽ ഇട്ട് വെക്കാം കേട്ടോ. ഈസ്റ്റിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ വല്ലാതെ വീര്യം കൂടും. അതുകൊണ്ട് ഒരു നുള്ളു മാത്രമേ ഈസ്റ്റ് ഇടാൻ പാടുള്ളൂ കേട്ടോ. ശേഷം പട്ട, ഗ്രാമ്പൂ, 2 ഏലക്ക ചതച്ചത് ഇവ കൂടി ചേർക്കാം. എന്നിട്ട് ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യുക. ശേഷം ഇതുപോലത്തെ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഭരണിയുടെ വാ കവർ ചെയ്യാം. എന്നിട്ട് ഒരു കട്ടിയുള്ള നൂല് കൊണ്ട് കെട്ടിയും കൂടി വെക്കുക കേട്ടോ. ഭരണിയുടെ അടപ്പ് കൂടി നമുക്കൊരു വെയിറ്റിന് വേണ്ടി അതിന്റെ പൊക്കത്ത് വെച്ച് കൊടുക്കാം. ഇനി അനക്കം തട്ടാതെ ഒരു 15 ദിവസം എവിടെയെങ്കിലും മാറ്റി വെച്ചോട്ടോ. അപ്പൊ ഞാൻ കിച്ചൺ സ്ലാബിൽ ഒരു മൂലക്കായിട്ടാണ് ഇത് മാറ്റി വെച്ചത് കേട്ടോ. 15 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഭരണി നമ്മൾ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഭരണിക്കുട്ടനുള്ള വൈൻ എങ്ങനെയാണെന്ന് കൂടിയാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് ആ നൂലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് തുറന്നു നോക്കുമ്പോ നല്ല സെറ്റ് ആയിട്ട് ഇരിക്കുവാണ് കേട്ടോ. ഇനി നമുക്കൊരു സ്പൂണോ തവിയോ എന്തെങ്കിലും എടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാൻ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി ഒരു അരിപ്പ എടുത്തിട്ട് ഇനി അരിച്ചും കൂടി കൊടുക്കുക. അരിച്ചു കഴിയുമ്പോഴേക്കും നല്ല റെഡ് കളറായിട്ടുള്ള വൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സ്പൂണ് കൊണ്ട് അത്യാവശ്യം ഒന്ന് സ്ക്യൂസ് ചെയ്ത് ആവശ്യമുള്ളതും കൂടി എടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് എടുത്തിട്ട് ആവശ്യമുള്ള അത്ര അങ്ങോട്ട് ലാവിഷായിട്ട് കുടിക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ള വൈൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭരണി തന്നെ എടുത്തു വെച്ച് ആവശ്യത്തിന് അങ്ങ് ഉപയോഗിക്കാം. ഇപ്പൊ ഞാൻ വൈൻ കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ അല്ലേ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. We wish you a Merry Christmas.